ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഒപ്പം തന്നെ ദേവസ്വം ജീവനക്കാരും കേസിൽ പ്രതികളാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേരാണ് നിലവിൽ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ അതിന് കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഷഫീദ് റാവുത്തർ, വളരെ സുപ്രധാനമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ക്രൈംബ്രാഞ്ച് ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ കേസെടുത്തിരിക്കുന്നു. 10 പേർ പ്രതികളാണ്. വിവരങ്ങൾ. പ്രജിൻ, വളരെ നിർണായകമായ നീക്കത്തിലേക്ക് ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കോടതി ഈ ഉത്തരവിറക്കി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ചില ആശയക്കുഴപ്പങ്ങളുടെ പേരിൽ FIR എടുക്കുന്നത് നീളുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആശയക്കുഴപ്പം മാറിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നു. ഇനി ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത്, മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഷണം, അതേപോലെ തന്നെ ഈ വിശ്വാസവഞ്ചന, കൂടാതെ കോൺസ്പിറസി, അതായത് ക്രിമിനൽ കോൺസ്പിറസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേർ പ്രതികളാക്കിയാണ് ഇപ്പോൾ കേസെടുത്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SIT സംഘം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സ്വാഭാവികമായും ഇവർ ഇപ്പോൾ നടത്തിയിട്ടുള്ള നിയമപരിശോധനയ്ക്ക് ശേഷം ആ കേസെടുക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. അതിൽ നേരത്തെ തന്നെ കോടതി ഡയറക്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് 2019 സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകളെ കുറിച്ച് ദേവസ്വം വിജിലൻസിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയിട്ടുള്ളത്. ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ പ്രതിയേർത്തിട്ടുണ്ട്. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും ഇതിനകത്ത് പ്രതിയേർത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് മോഷണം, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകൾക്ക് പുറമെ ഫോർജറി, അതായത് കൃത്രിമ രേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ദേവസ്വം ജീവനക്കാരെയും അടക്കം പ്രതികളാക്കിക്കൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. DGP, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്ത പ്രത്യേക സംഘത്തിന് അത് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. പ്രജിൻ, ഷഫീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനെല്ലാം ഒരു നേതൃസ്ഥാനത്ത് വന്നത്, ഈ കള്ളത്തരത്തിനും ഈ കൊള്ളയ്ക്കും എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഒറ്റയ്ക്കൊരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ജീവനക്കാർക്കും കൃത്യമായ പങ്ക് ഈ കേസിലുണ്ട്, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിലുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. ആരൊക്കെയാണ് ഈ പ്രതികളാക്കപ്പെട്ട ദേവസ്വം ജീവനക്കാർ എന്നതിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? ഈ 9 പേർ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന ഫോർജറി ഉൾപ്പെടെ കൃത്രിമ രേഖ ചമച്ചതിൽ ഉൾപ്പെടെ ഈ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ അവർ ഈ പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സുപ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം, മുരാരി ബാബു ഈ ഇതിലെ പ്രതിപട്ടികയിലെ പേരുകാരനാണെന്നുള്ള വിവരം അത് നമുക്ക് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ പേർ, അതിൽ 2-3 പേരിനപ്പുറത്തേക്ക് കൂടുതൽ പേർ ആരൊക്കെ എങ്ങനെ സഹായിച്ചു, മറ്റാരുടെയെങ്കിലും പേര് ഇക്കാര്യത്തിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ FIR-ന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും SIT അന്വേഷണ സംഘം ഔദ്യോഗികമായി അതിന്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി SIT വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കും. കസ്റ്റഡിയും അറസ്റ്റടക്കമുള്ള നീക്കത്തിലേക്ക് SIT കടക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു കേസായതിനാൽ പല സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും പ്രത്യേക സംഘം അന്വേഷണം നടത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് അവ്യക്തതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കിളിമാനൂരിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് ഇന്റലിജൻസിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്കായിരിക്കും ഈ അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഷഫീദ്, ആദ്യഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അന്ന് മണിക്കൂറുകൾ എടുത്താണ് ആ മൊഴിയൊക്കെ രേഖപ്പെടുത്താൻ. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പ്രാഥമികമായി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വിവരങ്ങളുണ്ടോ? ഒപ്പം തന്നെ ഇനിയുള്ള അന്വേഷണത്തിൽ തെളിയാനുള്ള കാര്യങ്ങൾ, തെളിവ് ശേഖരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു, അപ്പോൾ ആ സമയത്ത് തന്നെ തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നതുകൂടിയായിരിക്കും SIT-യുടെ രീതി. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യൽ വേളയിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും പൊരുത്തക്കേടും കള്ളത്തരവും നുണയും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക്
എത്ര സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട് എന്ന് ചില രേഖകളും ചില തെളിവുകളും അടക്കം അടിസ്ഥാനത്തിൽ അത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ കയ്യിലുമുണ്ട്. സ്വാഭാവികമായും ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും SIT യുടെ അന്വേഷണം വരിക. അവിടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെ പറഞ്ഞ വാദങ്ങളൊക്കെ കള്ളമാണ് എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളി അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് ഉരുക്കി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച്. മാത്രമല്ല ഈ പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിലടക്കം അക്കാര്യം സംബന്ധിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായിട്ടടക്കം പുറത്തേക്ക് വന്നത്. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം 1999 ആ പൂശിയ സ്വർണം അതിപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞ കണക്കിൻ പ്രകാരമുള്ള സ്വർണം, അതിൽ കാര്യമായിട്ടുള്ള അന്തരമുണ്ട്. ആ അന്തരമടക്കമുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വിവരം. ഇതിന് ഏറ്റവും നിർണായകമായി മാറുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയായിരിക്കും. ഒരുപക്ഷെ തൊട്ടടുത്ത മണിക്കൂറുകളിലോ നാളെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് SIT സംഘം കടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.